നമസ്കാരം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മാർജിനലി ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയെങ്കിലും സോളാർ റിന്യൂവബിൾ എനർജി സെക്ടറിനെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് ന്യൂസാണ് ഇന്ന് മാർക്കറ്റ് അവറിൽ വന്നത്. US കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് US ഇമ്പോർട്ട് ചെയ്യുന്ന സോളാർ മൊഡ്യൂൾസിനും സോളാർ സെൽസിനും മുകളിൽ 126% താരിഫ് ഏർപ്പെടുത്തി. ഇന്ത്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന സോളാർ മൊഡ്യൂൾസിനും സെൽസിനും മുകളിലാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന പേരിൽ 126% താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ സോളാർ മൊഡ്യൂൾസ് മാനുഫാക്ചർ ചെയ്യുകയും പ്രത്യേകിച്ചും US മാർക്കറ്റിൽ എക്സ്പോസർ ആയിട്ടുള്ള കമ്പനികളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. കമ്പനികളുടെ ഓർഡർ ഫ്ലോയെയും കൂടാതെ കമ്പനിയുടെ കോമ്പറ്റിറ്റീവ് പ്രൈസിനെയും പ്രോഡക്റ്റ് റേഞ്ചിനെയും പ്രോഫിറ്റ് മാർജിനെയും ഇത് പ്രതികൂലമായി ബാധിക്കുകയും വരും സമയങ്ങളിൽ കമ്പനികളുടെ റവന്യൂ ഗ്രോത്ത് കുറയാനും സാധ്യതയുണ്ട്. ഇനി ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം പല സ്റ്റോക്കുകളും അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് വാരി എനർജിയാണ്. വാരി എനർജിക്ക് അമേരിക്കൻ മാർക്കറ്റിൽ 32.6% എക്സ്പോസറാണുള്ളത്. കൂടാതെ അമേരിക്കയിൽ തന്നെ കമ്പനിക്ക് പ്രൊഡക്ഷൻ പ്ലാന്റുമുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 22.8 ജിഗാവാട്ട് ശേഷിയുള്ള സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിങ്ങും അമേരിക്കയിൽ 1.6 ജിഗാവാട്ട് ശേഷിയുള്ള സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിങ്ങുമാണ് കമ്പനി നടത്തുന്നത്. US മാർക്കറ്റിൽ എക്സ്പോസർ ഉള്ളതുകൊണ്ട് ഈ 126% താരിഫ് വാരി എനർജി എന്ന സ്റ്റോക്കിനെ പ്രതികൂലമായി ബാധിക്കും. ഇന്ന് സ്റ്റോക്ക് 10% ഇടിയുകയും ചെയ്തു. അതേസമയം 1.6 ജിഗാവാട്ട് ശേഷിയുള്ള US പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ പശ്ചാത്തലത്തിൽ ലോങ് ടൈമിൽ ഇത് കമ്പനിയുടെ ബിസിനസ്സിനെ അത്ര പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ വിക്രം സോളാർ എന്ന കമ്പനിക്കും എക്സ്പോർട്ടിൽ നിന്നും 20%-ലേറെ റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുന്നു. ഇപ്രാവശ്യത്തെ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിലും പ്രോഫിറ്റ് മാർജിനിലും ഗണ്യമായ വർധനവ് കാണാൻ സാധിച്ചു. അതേസമയം ഈ ന്യൂസ് വന്നതിന് ശേഷം വിക്രം സോളാർ എന്ന സ്റ്റോക്കും ഇന്ന് ഇടിഞ്ഞു. പ്രത്യേകിച്ചും കമ്പനിയുടെ 20% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്ട് ബിസിനസ്സിൽ നിന്നാണ്. കൂടാതെ അമേരിക്കൻ മാർക്കറ്റിലുള്ള കമ്പനിയുടെ എക്സ്പോസറും കൂടുതലാണ്. അതുകൊണ്ടാണ് വിക്രം സോളാർ എന്ന സ്റ്റോക്ക് ഇടിഞ്ഞത്. റിന്യൂവബിൾ എനർജി മാനുഫാക്ചറിംഗ് സെക്ടറിലെ തന്നെ പ്രീമിയർ എനർജി എന്ന സ്റ്റോക്ക് ഇന്ന് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയെങ്കിലും Q3 റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ അവിടെ 1% റവന്യൂ മാത്രമേ കമ്പനി എക്സ്പോർട്ടിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ഈ കമ്പനിക്ക് US മാർക്കറ്റിൽ മിനിമൽ എഫക്റ്റാണുള്ളത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഇടിഞ്ഞെങ്കിലും അമേരിക്ക 126% താരിഫ് ഇന്ത്യൻ സോളാർ സെൽസിനും മൊഡ്യൂൾസിനും മുകളിൽ ഏർപ്പെടുത്തിയത് പ്രീമിയർ എനർജി എന്ന സ്റ്റോക്കിനെ പ്രതികൂലമായി ബാധിക്കില്ല എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഷോർട്ട് ടൈമിൽ 126% താരിഫ് കമ്പനികളെ തിയറിറ്റിക്കലി അല്ല കമ്പനിയുടെ ബിസിനസ് ഫണ്ടമെൻ്റൽസിനെ തന്നെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പല സെക്ടറിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായത്. കൂടാതെ പല കമ്പനികളും ഇനി അമേരിക്ക ഒഴികെയുള്ള മറ്റ് വിപണികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഡൊമസ്റ്റിക് ലെവലിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് പാക്കേജുകൾ വരികയാണെങ്കിൽ മാത്രമേ ഇനി സോളാർ റിന്യൂവബിൾ സെക്ടറിൽ വളരെ മികച്ച മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്മാൾ ക്യാപ് സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് ഷെയ്ലി എഞ്ചിനീയറിംഗ്. 8,921 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. ഷെയ്ലി എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് 426 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുക. ഹെൽത്ത് കെയർ, പേഴ്സണൽ കെയർ തുടങ്ങിയ സെക്ടറുകൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് പ്രൊഡക്റ്റുകളാണ് കമ്പനി പ്രധാനമായും മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ കമ്പനിക്ക് പെൻ ഇൻജക്റ്റേഴ്സ് ഒരു പ്രമുഖ ഫാർമ സെക്ടറിലെ കമ്പനികൾക്ക് സപ്ലൈ ചെയ്യാനാണ് 423 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും നാളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുക. ക്വാർട്ടർലി റിസൾട്ടിൽ ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു കമ്പനി കാഴ്ചവെച്ചത്. നെറ്റ് പ്രോഫിറ്റ് 25 കോടിയിൽ നിന്ന് 37 കോടിയിലേക്ക് ഉയർന്നിരുന്നു. അതേസമയം സീക്വൻഷ്യൽ ബേസിസിൽ പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 27.45% ഇടിയുകയും ചെയ്തു. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ റവന്യൂ 198 കോടിയിൽ നിന്നും 250 കോടിയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂ പ്രധാനമായും ജനറേറ്റ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ സെക്ടറിൽ നിന്നാണ്. പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് പ്രൊഡക്റ്റുകളും ഫാർമ പ്രൊഡക്റ്റുകളുമാണ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. കൂടാതെ Q3 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസും ഇംപ്രൂവ് ആവുകയും EBITDA 43% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 66 കോടിയിലേക്ക് എത്തുകയും ചെയ്തു.
അതുകൊണ്ട് നാളെ ഷൈലി എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിലാണ് ലഭിക്കുന്നത്. ജനുവരി മാസത്തിൽ 15% നെഗറ്റീവ് റിട്ടേണും ഫെബ്രുവരി മാസത്തിൽ 13% നെഗറ്റീവ് റിട്ടേണും നൽകിയ സ്റ്റോക്കാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 2799 52 വീക്ക് ഹൈ. സ്റ്റോക്ക് 1950 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിൽ ഒരു ബൈയിങ് മൊമെൻറ്റം വരികയാണെങ്കിൽ 2300 വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്.